ഹലോ ഡിയർ ഫ്രണ്ട്സ്, പവിത്രം സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വേദ എന്താണെങ്കിലും സാമ്പാർ വെക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ ആദ്യം പരിപ്പൊക്കെ വേവിച്ച് കഷ്ണങ്ങളൊക്കെ അടുപ്പത്തിട്ടൊക്കെ ഇളക്കിക്കൊണ്ടൊക്കെ ഇരിക്കുവാണ്. അപ്പോൾ നമ്മുടെ നന്ദിനിയടുത്ത് അപ്പുറത്തിരിക്കുന്നുണ്ട് കേട്ടോ. എടുത്ത് ചോദിക്കുന്നുണ്ട്, സാമ്പാറിൽ പരിപ്പും വെച്ചു, അതുപോലെ കഷ്ണങ്ങളും ഇട്ട്, ഇനി മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇടാനായിട്ട് മറന്നു പോകരുതെന്ന് പറയും കേട്ടോ. നീ എന്നെ പഠിപ്പിക്കണ്ടെന്ന് വേദ പറയുവേ. അതിനുശേഷം കായപ്പൊടി ഇട്ടില്ലെങ്കിൽ സാമ്പാറിന് ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട, അതൊക്കെ എനിക്കറിയാമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് വേദ അവിടുന്ന് അങ്ങോട്ടേക്ക് പോവേ. അപ്പോൾ നമ്മുടെ നന്ദിനി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക, ഇവർക്ക് സാമ്പാറൊക്കെ വെക്കാൻ അറിയാമല്ലോ, ഇതെങ്ങനെയാണ് പഠിച്ചത് എന്നിങ്ങനെ മനസ്സിലാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വേദ പറയുകയാണ്, ഓൺലൈനിൽ പഠിച്ചു എന്ന് പറയാം. അപ്പോൾ നമ്മുടെ നന്ദിനി ഏന്ന് വെക്കുവേ. അപ്പം മനസ്സിൽ വിചാരിച്ചത് ഇതല്ലേ, അതിനുള്ള ഉത്തരവാണ് പറഞ്ഞതെന്ന് പറയും കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശി വിക്രത്തിൻ്റെ ചെവി പിടിച്ച് പൊന്നാക്കിക്കൊണ്ട് ഇങ്ങനെ വരിക കേട്ടോ. വേദേ, നീ ഇങ്ങോട്ട് വന്നേ, ഈ വിക്രസിനെ നീ എങ്ങനെയാണ് പ്രേമിച്ചത്, എനിക്ക് അത്ഭുതം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിച്ചണിനകത്തോട്ട് വിളിച്ചുകൊണ്ട് വരുമോ കേട്ടോ. അതിനിടയ്ക്ക് പറയുന്നുണ്ട് നന്ദിനിയടുത്തിയോട്, സാമ്പാറിനകത്ത് എന്തെങ്കിലും മായം കാണിച്ചെന്നാ എൻ്റെ തനി സ്വരൂപം അറിയാലോ പറഞ്ഞത് എന്നിങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുന്നൊക്കെ ഉണ്ടോ കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഇങ്ങനെ വേദ പറയുകയാണേ, ശ്രീരാമചന്ദ്രനെ സീത പ്രേമിച്ചത് കാണാതെയല്ലേ, നളനെ ദമയന്തി പ്രേമിച്ചതും കാണാതെയാണ്, അപ്പം എൻ്റെയും വിധി ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നതിനിടയ്ക്ക് ഇങ്ങനെ എല്ലാവരും, നമ്മുടെ മാഷും എല്ലാവരും ഉണ്ട് കേട്ടോ. ഇവരെല്ലാവരും കൂടെ എന്തു പറയുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ്. അപ്പം വേദയുടെ ഈ മറുപടി കേട്ടിട്ട് നമ്മുടെ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ട് കൈയൊക്കെ അടിച്ച് ചിരിക്കുന്നുണ്ടേ. ശ്രീരാമചന്ദ്രൻ വില്ലൊടിക്കുന്നത് കണ്ടിട്ടാണ് സീത ശ്രീരാമചന്ദ്രനെ ഇഷ്ടപ്പെട്ടത്. എന്നാൽ ഇവൻ ആളുകളുടെ എല്ലൊടിക്കുന്നത് കണ്ടിട്ടായിരിക്കും നീ ഇവനെ ഇഷ്ടപ്പെട്ടതല്ലേ എന്നൊക്കെ ചോദിച്ച് മുത്തശ്ശി വേദയുടെ തുളത്ത് തട്ടി ചിരിക്കുവാണേ. എന്നിട്ട് മാഷിനൊരു, സുധാകര ഞാൻ പറഞ്ഞത് കേട്ടില്ല എന്നൊക്കെ ചോദിക്കുവേ. എന്നിട്ട് ആ മാഷ് പറയും, ഇനിയുള്ള പുരാണങ്ങളൊക്കെ അമ്മ ഇരുന്ന് കേട്ടാൽ മതിയെന്ന് പറഞ്ഞ് മാഷ് അവിടെ നിന്ന് തിരിച്ചു പോവേ. അതിനുശേഷം നമ്മുടെ മുത്തശ്ശി വിക്രമനെ അടുത്തിട്ട് നമ്മുടെ വേദയുടെ അടുത്ത് നിൽക്കാൻ പറയുവേ. ഇങ്ങോട്ട് വന്നേടാ, രണ്ടുപേരും കൂടെ ഒന്നിച്ചൊന്ന് നിന്നേ, ഞാനൊന്ന് കാണട്ടെ. ശരിക്കും ശ്രീരാമചന്ദ്രനും സീതയും നിൽക്കുന്നത് പോലെ തന്നെ ഉണ്ട്. അപ്പോൾ എന്തൊരു ഐശ്വര്യ കാണാൻ എന്ന് ഞാനിപ്പോൾ ആലോചിക്കുകയാണ്. നിങ്ങളുടെ രണ്ടുപേരുടെയും ഫോട്ടോ എടുത്തൊന്ന് പോസ്റ്റ് ചെയ്താലോ എന്നിങ്ങനെ ആലോചിക്കുവാന്ന് പറയാം. അപ്പോഴത്തേക്കിനും വേദ, അയ്യോ അച്ഛമ്മ സാമ്പാർ എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോകും കേട്ടോ. അപ്പോഴത്തേക്കിനും അച്ഛമ്മ പറയണേ, കണ്ടോടാ, ഇതാണ് ഉത്തരവാദിത്തം, നല്ലൊരു കുട്ടീനെയാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്, നീ ഇനി നിൻ്റെ തല്ലിപ്പൊളികളൊക്കെ നിർത്താൻ സമയമായി എന്നെനിക്ക് തോന്നുന്നു. എന്നിട്ട് നമ്മുടെ വിക്രത്തിനെ വിളിച്ചിട്ട്, മുത്തശ്ശി അടുത്ത് ഇരിക്കുക, ഇവിടെ ഇരിക്കുക, ഞാൻ ചോദിക്കട്ടെ, നീ എങ്ങനെ ഇതൊക്കെ ഒപ്പിച്ചത്? എന്താണെങ്കിലും നിന്നെ സമ്മതിച്ചു കേട്ടോ, സൂപ്പർ, എന്താണേലും എൻ്റെ കൊച്ചുമകൻ മിടുക്കന എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വിക്രത്തിനെ ഇങ്ങനെ പൊക്കുന്നുണ്ട്. അതിനിടയ്ക്ക് എന്നത്തേക്കും ഇവരെ എല്ലാവരെയും കൂടെ വിളിക്കുന്നുണ്ടോ, മാഷ് അപ്പുറത്തോട്ട് പോയിട്ട് കമലെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അതുപോലെ അച്ഛമ്മ നന്ദിനിയോട് പറയുന്നുണ്ട്, നീ എനിക്ക് ചായ എടുത്തുകൊണ്ട് വരാനൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും കിച്ചണിൽ നിന്ന് ഓടിക്കുന്നൊക്കെ ഉണ്ടോ കേട്ടോ. എന്നിട്ടാണ് ഈ കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞത്. എന്നിട്ട് മാഷ് എന്താ മാഷെ വിളിച്ചതെന്ന് ചോദിച്ചിട്ട് കമല നമ്മുടെ മാഷിൻ്റെ അടുത്തേക്ക് വരുക. എന്നിട്ട് ചോദിക്കും, എവിടെ ഇരുന്ന പെൻഷൻ ബുക്ക് എന്തെങ്കിലും ചോദിക്കുക. എന്നിട്ട് ഇവിടെ എല്ലാം തപ്പും കൂട്ടും. എന്താണെങ്കിലും അമ്മ വന്നതിന് ശേഷം ഒരുപാട് എല്ലില്ലാത്ത പോലെ അമ്മ സംസാരിക്കുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്താണെങ്കിലും അല്ലെങ്കിൽ അമ്മ എപ്പോഴും വരുന്നതല്ലല്ലോ, ഇപ്രാവശ്യം എന്താ അമ്മ ഇങ്ങനെ വന്നതെന്ന് ചോദിക്കുവേ. ഞാൻ എത്ര വിളിച്ചെന്നാലും അമ്മ വരുന്നതല്ല, പക്ഷേ ഇപ്രാവശ്യം എന്തോ ഞാനും വരുന്നെന്നും പറഞ്ഞിട്ട് വണ്ടിയെ ചാടിക്കയറി. അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ അമ്മയ്ക്ക് ഇതിനുമാത്രം സമയമൊന്നും വേണ്ടല്ലോ എന്നും പറയുന്നുണ്ട്. ശരിയാ, അമ്മയ്ക്ക് അതിനുമാത്രം സമയമൊന്നും വേണ്ട എന്നിങ്ങനെ നമ്മുടെ കമലയും പറയുന്നുണ്ട് കേട്ടോ. ഞാൻ അമ്മയുടെ മുന്നിൽ അധികം നേരം പോയി നിൽക്കാത്തതിന് കാരണം തന്നെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞാൽ അതിനൊക്കെ മറുപടി പറയണ്ടേ എന്നുള്ള ഉദ്ദേശം കൊണ്ടാണെന്ന് പറയും. അപ്പോൾ നമ്മുടെ കമല പറയുന്നുണ്ട്, ഇത്ര വലിയ പുള്ളിയായിട്ടും കുട്ടികളെയൊക്കെ ചൂരൽ വടിക്ക് മുന്നിൽ നിർത്തിയിട്ടും അമ്മയുടെ അടുത്ത് പേടിയുണ്ടല്ലേ എന്ന് പറയുക. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, എനിക്ക് അമ്മയെ കൊണ്ട് പേടിയെ കൊണ്ടൊന്നും അല്ല, ബഹുമാനം കൊണ്ടാണ്. എന്നെയും അനിയനെയും വളർത്തുന്നതിന് വേണ്ടിയിട്ട് അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ബഹുമാനം ഇപ്പോഴും ഞാൻ കാത്തു സൂക്ഷിക്കുന്നു. ഇപ്പോഴും ഞങ്ങളുടെ ആരുടെയും സഹായം വേണ്ടെന്ന് പറഞ്ഞ് അമ്മ ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്. എന്താണെങ്കിലും മാഷ് അമ്മയുടെ അടുത്തൊരു കുട്ടിയായെന്ന് തോന്നുന്നു എന്നിങ്ങനെ കമല പറയുവേ. അപ്പോൾ എന്നിട്ട് മാഷ് പറയുവേ, എന്നെക്കഴിഞ്ഞും കൂടുതൽ ഇഷ്ടം അമ്മയ്ക്ക് നിന്നോടല്ലേ, ഈ വയസ്സനം കാലത്ത് ഈ കോപ്രാന്തങ്ങളൊക്കെ കാട്ടാതിരിക്കാനായിട്ട് നിനക്ക് അമ്മേനെ ഒന്ന് ഉപദേശിച്ചുകൂടെ? എന്തു കോപ്രായം? കുക്കിംഗ് ചാനലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലാകുന്നതും ഒക്കെ ഈ സമയത്ത് നല്ലതാണോ, ഈ പ്രായത്തിൽ നല്ലതാണോ എന്നിങ്ങനെ ചോദിക്കുക. അന്നേരം നമ്മുടെ കമല ചോദിക്കുന്നുണ്ട്, എന്നോട് പറഞ്ഞതുപോലെ അമ്മയുടെ മുഖത്ത് നോക്കി ചോദിക്കാൻ പറ്റുമോ?
എന്താണെങ്കിലും മാഷ് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഈ മൊബൈലും പിടിച്ചു തൂക്കി നടക്കുന്ന അമ്മ വിക്രത്തിൻ്റെ കല്യാണത്തിനെ പറ്റിയിട്ട് അറിഞ്ഞിട്ടില്ലെന്നാണോ വിചാരിക്കുന്നത്? ഈ മൊബൈലും കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എല്ലാ വാർത്തകളും എല്ലാം പെട്ടെന്നറിയുന്നത് അമ്മയ്ക്ക് തന്നെയായിരിക്കും. അമ്മ അറിയാതെ അല്ല ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. മാഷിൻ്റെ സ്വഭാവം അമ്മയ്ക്ക് അറിയാമല്ലോ. അതുകൊണ്ട് മാഷ് ഇതിനെ അംഗീകരിച്ചിട്ടില്ല എന്നും അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് അമ്മയുടെ ഇപ്പോഴത്തെ ഈ വരവ്. അന്നത്തേക്കും നമ്മുടെ സുധാകരൻ മാഷ് പറയേ, ഇത് ഞാനും മണത്തറിഞ്ഞതാണ്, പക്ഷെ പിന്നെ വരുന്നെന്ന് പറയുമ്പോഴത്തേക്കിനും വരില്ല എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഞാൻ എന്താണെങ്കിലും അവിടം വരെ പോയിട്ട് വരാം എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇറങ്ങുന്നതിനിടയ്ക്കും പറയുന്നുണ്ട്, ഇനിയിപ്പം വേദയുടെ അച്ഛനെ പറ്റിയിട്ടൊന്നും പറയണ്ട, ജില്ലാ ട്രഷറിലെ ആളാന്ന് പറഞ്ഞാൽ ഇനി അവരെ കാണണമെന്നായിരിക്കും പറയുക എന്നൊക്കെ ഇങ്ങനെ മാഷും പറയുന്നുണ്ട്. അല്ലെങ്കിലും അമ്മയ്ക്ക് വിക്രത്തിനെ പണ്ടേ ഇഷ്ടമാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും വേദേനെ ഇഷ്ടപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് ഇനി എന്താണെങ്കിലും മാഷിന് ചിലപ്പോൾ ഈ കല്യാണത്തിന് അംഗീകരിക്കേണ്ടി വരും എന്നിങ്ങനെ പറയുന്നുണ്ട്. മാഷിനെ കൊണ്ട് അംഗീകരിപ്പിക്കുന്നതിന് തന്നെയാണ് അമ്മ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് എടുത്തു പറയുവാണേ. പെൻഷൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നേരിട്ട് ചെന്നാലേ ശരിയാക്കാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മാഷ് അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്കിനും നമ്മുടെ കമല പറയേ, മാഷേ എന്ന് പറയേ, എന്താണെന്ന് ചോദിക്കുക. അല്ല, വന്ന് കയറിയപ്പോൾ തന്നെ പറയണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ പറയാൻ പറ്റിയില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുവേ. എന്താ കമല പറയാൻ പറയുവേ. നമ്മുടെ വിശ്വം എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും തന്നെ മാഷ് പറയേ, അവൻ ആ ജോലി ഉപേക്ഷിച്ചു അല്ലേ? ഇതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ, നീയൊക്കെ അതൊക്കെ വിശ്വസിച്ചതാണ് നിങ്ങളുടെയൊക്കെ പ്രശ്നമെന്നും പറഞ്ഞുകൊണ്ട് കമലേനെ വഴക്ക് പറയുവാണേ. അവൻ ഇറങ്ങിപ്പോന്നോ അതോ ഇറക്കി വിട്ടോ? അന്നേരത്തേക്കും നമ്മുടെ കമല പറയും, അവൻ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നില്ലായിരുന്നു എന്ന് പറയും കേട്ടോ. അത് ഞാൻ പ്രതീക്ഷിച്ചതാണ്. ഇനി അടുത്ത കാര്യം എന്താന്ന് പറ. അപ്പം നമ്മുടെ വിനായകൻ പൈസ വെച്ചിട്ട് ചിട്ടിപ്പണം പോയത് ഞാൻ അറിഞ്ഞു. ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ, എല്ലാ മാസവും ചിട്ടിപ്പണം വെക്കാനും മാത്രമുള്ള പണം അവൻ സമ്പാദിക്കുന്നുണ്ട് എന്ന്. ഇനിയും വൈകിയാലേ എൻ്റെ കാര്യം കുഴയും, ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് മാഷ് അവിടെ നിന്ന് പോവുകയാണേ. പിന്നെ നമ്മുടെ മുത്തശ്ശി നന്ദിനിയുടെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ടേ. അപ്പം നമ്മുടെ വിനായകനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വിനായകനോട് ചോദിക്കും, എടാ ഒരു മാസം ഈ വീട്ടിൽ എത്ര രൂപ ചിലവാകുന്നുണ്ടെന്ന് നിനക്കറിയുമോ എന്ന് ചോദിക്കേ. അന്നേരത്തേക്കിന് ഇല്ല മുത്തശ്ശി എന്ന് പറയുവേ. അപ്പോൾ നമ്മുടെ നന്ദിനി പറയുന്നുണ്ട്, ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി ശരിയാക്കുന്നത് അച്ഛനാണ്, അത് കാരണം ഞങ്ങൾ അങ്ങനെ ഇടപെടാറില്ലെന്ന് പറയും കേട്ടോ. അപ്പം നമ്മുടെ മുത്തശ്ശി പറയുകയാണ്, അപ്പോൾ അതാണ് കാര്യമല്ലേ. അപ്പം നിങ്ങളെ എല്ലാ മാസത്തെയും കാര്യങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളത് നല്ല രീതിയിൽ വൃത്തിക്ക് ചെയ്യുമല്ലേന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുവാണേ. അപ്പോഴത്തേക്കിനാണ് നമ്മുടെ മാഷ് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നു കേട്ടോ. നീ എവിടെ പോവാന്ന് പറയേ. അപ്പം ഞാൻ മാഷ് പറയുന്നുണ്ട്, എനിക്ക് ട്രഷറി വരെ ഒന്ന് പോകണം, പെൻഷൻ്റെ കുറച്ച് കാര്യങ്ങൾ ശരിയാക്കാനുണ്ടെന്ന് പറയുവേ. അപ്പം നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, വേദം നല്ല ദോശയും സാമ്പാറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് കഴിച്ചിട്ട് പോയി കൂടെ എന്നിങ്ങനെ നമ്മുടെ മുത്തശ്ശി ചോദിക്കുവേ. വേണ്ടമ്മേ, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാമെന്നിങ്ങനെ പറയുമ്പം മുത്തശ്ശി പറയുവാണ്, വിശക്കുന്ന വയറുമായിട്ട് പോയിട്ട് എവിടെയെങ്കിലും കുഴഞ്ഞ് വീഴേണ്ടതാ ചെറുക്ക. ഒരു മാസത്തെ വീട്ടു ചെലവിനെ പറ്റി ഞാൻ ഇവരുടെ അടുത്ത് സംസാരിക്കുകയായിരുന്നു. അപ്പം അവർ പറഞ്ഞത് നീയെല്ലാം നോക്കി നടത്തുന്നത് കൊണ്ട് അവർക്ക് വലിയ പിടിയൊന്നും ഇല്ലെന്നാ എന്നിങ്ങനെ പറയുക. അപ്പം നമ്മുടെ മാഷി ഇങ്ങനെ ഒന്ന് ചിരിക്കും കേട്ടോ. നീ ഒരു കാര്യം ചെയ്യ് സുധാകര, ഒരു കുറച്ച് മാസത്തേക്കിന് വിനായകനോട് കുടുംബം നോക്കി നടത്താൻ പറ. കുടുംബം നടത്താനുള്ള കുറച്ച് കാശ് നീ വിനായകന് കൊടുക്ക്, ബാക്കി അവൻ നടത്തട്ടെ എന്ന് പറയാം. അപ്പോൾ അയ്യോ അച്ഛമ്മേ എന്നിങ്ങനെ പറയുക വിനായകനെ. അത്രയും കാശൊന്നും കുടുംബം മുഴുവൻ നടത്തിക്കൊണ്ട് പോകാനുള്ള കാശൊന്നും എനിക്ക് കിട്ടുന്നില്ല അച്ഛമ്മേ. അത്രയും കാശുണ്ടായിട്ടാണോ ഇവൻ ഈ കുടുംബം മുഴുവൻ നടത്തിക്കൊണ്ട് പോകുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ എന്നിങ്ങനെ മുത്തശ്ശി ചോദിക്കുവാണേ. നിൻ്റെ ചേട്ടനോ അങ്ങനെയായി, നീയും ഇനി അങ്ങനെ തുടങ്ങാനാണോ നിൻ്റെ ഭാവം എന്നിങ്ങനെ മുത്തശ്ശി ചോദിക്കുക. അപ്പം നമ്മുടെ നന്ദിനി പെട്ടെന്ന് പറയുന്നുണ്ട്, വിനായകേട്ടൻ പൈസയൊക്കെ കൊടുക്കുന്നുണ്ട് അച്ഛമ്മേ. ഉവ്വ് അറിയാം, ആഴ്ചയിൽ 350 രൂപ അമ്മയുടെ കയ്യിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാവുമല്ലോ എല്ലാം. കുടുംബത്തിൻ്റെ ഭാരം മുകളിലേറ്റി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് വിട്ടുപോരാൻ ഈ മുഖം പോരാ. താനെന്ന് കരുതുന്ന മക്കളുണ്ടായാൽ പോരാ, അതനുഭവിക്കാനുള്ള ഭാഗ്യം കൂടെ വേണം എന്നിങ്ങനെ മുത്തശ്ശി പറയുവാണ്. അതിനുള്ള ഭാഗ്യം എൻ്റെ മോൻ ഇല്ലാതായിപ്പോയി. പക്ഷേ ഈ അമ്മനി അച്ഛമ്മ ഉള്ളിടത്തോളം കാലം നീയും നിൻ്റെ കെട്ടിയോളും ഒന്നും ചെയ്യാതെ ഇരുന്ന് തിന്നാന്ന് വിചാരിക്കേണ്ട കേട്ടോടാ മോനെ എന്നിങ്ങനെ പറഞ്ഞിട്ട് അച്ഛമ്മ ഉള്ളിലോട്ട് പോവുകയാണ്. അതിനു മുന്നേ നമ്മുടെ നന്ദിനിയെ പറ്റി പറയുന്നുണ്ട്, ഈ പിറ്റക്കാലിയുടെ വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് നീ ഒരാഴ്ചയിൽ എത്ര രൂപയാണ് പലഹാരം മേടിച്ച് പൈസ കളയുന്നത്? ഒരു എപ്പിസോഡ് ഞാൻ നിന്നെ പറ്റിയിട്ടും ചെയ്യുന്നതാണ്.
ഈ പലഹാര കൊതിച്ചുവിടെ പലഹാരത്തിൻ്റെ ഒളിച്ചു തീറ്റ എന്ന് തമ്പനെയിലും കൊടുക്കും. അപ്പോഴത്തേക്കും നന്ദിനി വിളിക്കുന്നുണ്ട് അച്ചമ്മേനെ. അപ്പം നമ്മുടെ വിനായകൻ പറയുകയാണ്, സ്വന്തം ഒരു പണിയും ചെയ്യാതെ വീട്ടിലിരിക്കുന്ന വിശുവും തല്ലിപ്പൊളിത്തരങ്ങളുമായിട്ട് നടക്കുന്ന വിക്രവും അവരെ ഒന്നും കാണുന്നില്ല. അച്ചമ്മയ്ക്ക് എന്നെ മാത്രമേ ഇത്തിരി എന്തെങ്കിലും കൊടുത്ത് ചെയ്യുന്ന എന്നെ മാത്രമേ കൈ കാണുന്നുള്ളൂ എന്നിങ്ങനെ പറയേ. അന്നേരത്തേക്കിനും മുത്തശ്ശി എടാ വിനായക, മറ്റുള്ളവരെ പറ്റിയിട്ട് തൻ്റെ കുറ്റം ചൂണ്ടിക്കാണിക്കുമ്പോൾ മറ്റുള്ളവരെ പറ്റിയിട്ട് മറ്റുള്ളവരെ പറ്റി പറഞ്ഞു നടക്കുന്നവനെ കഴിഞ്ഞും കുറ്റം ഉള്ള ഒരുത്തൻ വേറെ ഈ ഭൂമിയിൽ കാണില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ഭക്ഷണം കഴിച്ചോ? ഇല്ലെന്ന് പറയേ. എന്നാ വാ, നമ്മുടെ പുതിയ മരുമകളുടെ കൈപ്പുണ്യം നോക്കാം. മുത്തശ്ശി വിളിച്ച പോലെ വിനായകൻ സാമ്പാറും ദോശയും തിന്നാൻ വേണ്ടിയിട്ട് ഓടിപ്പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിന് ഇങ്ങോട്ട് വാ മനുഷ്യ എന്ന് പറഞ്ഞ് നമ്മുടെ നന്ദിന് പുറകെ വിളിക്കുക. സാമ്പാറും ദോശയും അച്ഛൻ മാത്രം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് രണ്ടെണ്ണം തിരിച്ച് പറയാൻ വയ്യായിരുന്നു എന്ന് ചോദിക്കുക. അച്ഛൻ പോലും പൂജയെ പോലെ നിൽക്കുന്നത്, പിന്നെ നമ്മൾ എന്തിനാ വഴക്കുണ്ടാക്കാൻ നിൽക്കുന്നത്? 2 ദിവസം വന്നതല്ലേ, അച്ഛമ്മ പറഞ്ഞൊക്കെ നമ്മൾ അനുസരിച്ച് അങ്ങ് തോന്നട്ടെ, നീ വാടി എന്നും പറഞ്ഞുകൊണ്ട് ദോശയും സാമ്പാറും തിന്നാൻ വിളിച്ചുകൊണ്ട് പോവുകയാണേ. എന്നിട്ട് നമ്മുടെ നന്ദിനി ഇങ്ങനെ പ്രാകുകയാണ്, ദൈവമേ ആ ദോശയും സാമ്പാറും കഴിച്ചിട്ട് അച്ഛമ്മയുടെ വയറ് കേടാവണേ, അഴുക്കാവണേ, നശിച്ചു പോണേ എന്നൊക്കെ പറഞ്ഞങ്ങ് ശപിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അടുക്കളയിൽ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുക, 4 ദോശ സാമ്പാറും ഇതുവരെ ആയില്ലേന്ന് ചോദിക്കുവേ. അപ്പോൾ നമ്മുടെ ശ്രീചേട്ടത്തി പറയുന്നുണ്ട്, ആയി എന്ന് പറയുക. അതിന് ഞാൻ നിന്നോടല്ലല്ലോ ചോദിച്ചേ, ഇവളോടല്ലേന്ന് ചോദിക്കുക. അപ്പോൾ വേദ പറയുവേ, അച്ഛമ്മ ഇരുന്നു ഇപ്പോൾ വിളമ്പാന്ന് പറയുവേ. എന്നിട്ട് മുത്തശ്ശി ഇങ്ങനെ കഴിക്കാനായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോഴത്തേക്കിനും നമ്മുടെ വിഷു ഓടി വരുവേ, വേദ എനിക്കും കൂടെ വെച്ചോ, കഴിച്ചിട്ടാവാ ഇനി ബാക്കിയെന്നും പറഞ്ഞുകൊണ്ടാണ് വന്ന് ഇരിക്കുന്നത്. എന്നിട്ടും വേദ ഇങ്ങനെ എടുത്ത് ഭക്ഷണമൊക്കെ വിളമ്പാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേക്കിനും മുത്തശ്ശി പറയും, വേണ്ട നിർത്ത്, ഭക്ഷണം വിളമ്പി കഴിഞ്ഞാൽ അവരെ ഭക്ഷണത്തിൻ്റെ അടുത്തൊന്നും എണീപ്പിക്കാൻ പാടില്ല. ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ എനിക്ക് ഇവിടുന്ന് ഒരാളെ എണീപ്പിച്ച് വിടാനുണ്ട് എന്ന് പറഞ്ഞിട്ട് വിശത്തിനെ നോക്കുക. എന്നിട്ട് അമ്മ എന്തെന്ന് ചോദിക്കുക. അമ്മ പുകയിലേക്ക് കഷായം തളിക്കാൻ പോയെന്ന് പറയുവേ. അവൾ കഴിച്ചായിരുന്നോ? ഇല്ലെന്ന് പറയുവേ. അമ്മ എപ്പോഴും 10 മണി 11 മണിക്കൊക്കെയാണ് കഴിക്കുന്നത് ഇങ്ങനെ പറയും കേട്ടോ. എന്നാൽ നീ എണീക്കുക, അമ്മയോടൊപ്പം പോയിട്ട് കഷായം തളിച്ചിട്ട് പെട്ടെന്ന് വരാൻ പറയുവേ. അപ്പോൾ ഞാനോ എന്നങ്ങ് പറഞ്ഞിട്ട് വിഷു ആകപ്പാടെ ഒന്ന് ഞെരുവിരി കൊള്ളും കേട്ടോ, എണീക്കടാന്ന് പറയുവേ. എന്നിട്ട് എണീപ്പിച്ച് വിടും കേട്ടോ. അതിനിടയ്ക്ക് നമ്മുടെ ശ്രീജ എന്നത്തേനും എണീച്ച് പോകാനായിട്ട് ഇങ്ങനെ വിഷു എണീച്ച് പോകുമ്പോഴത്തേക്കിനും ശ്രീജയും പോകാനായിട്ട് ഒരുങ്ങും കേട്ടോ. അപ്പോഴത്തേക്കിനും നീ എങ്ങോട്ടാ, നീ ഇവിടുത്തെ പണി ചെയ്യുക, ഇവിടെ നിൽക്കുമെന്ന് പറയും കേട്ടോ. എന്നിട്ട് ശ്രീജനെയും വിടത്തില്ലേ. എന്നിട്ട് പിന്നെ മുത്തശ്ശി പറയും, ഇനി വിളമ്പ്, മോളുടെ കൈ കൊണ്ട് തന്നെ എനിക്ക് സാമ്പാർ എടുത്ത് താന്നിങ്ങനെ അച്ചമ്മ പറയും. എന്നിട്ട് സാമ്പാർ ഇങ്ങനെ വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ നന്ദിനി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണേ, അയ്യടാ കഴിച്ച് കഴിയുന്നിടം വരെ ഈ സ്നേഹം ഇതുപോലെ തന്നെ ഉണ്ടായാൽ മതിയായിരുന്നു. എന്നിട്ട് മുത്തശ്ശി ഇങ്ങനെ ഒരു ദോശയും സാമ്പാറും കൂടെ എടുത്തിട്ട് വായിലിങ്ങനെ വെച്ച് നോക്കി ടേസ്റ്റ് നോക്കും കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നല്ല ടേസ്റ്റ് തോന്നുന്ന പോലെയൊക്കെ ഉണ്ട്. എന്നിട്ട് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുക കേട്ടോ, മുത്തശ്ശി എന്താ പറയുന്നതെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്. എന്നിട്ട് മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുവാണ് വേദയുടെ മുഖത്ത് നോക്കിയിട്ട്, ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കാൻ നിന്നെ ആരെ അടി പഠിപ്പിച്ചതെന്ന് ചോദിക്കുവേ. എന്നിട്ട് വേദം ഒന്നും പറയത്തില്ല കേട്ടോ. അപ്പോഴത്തേക്കിനും എല്ലാവരും ഇങ്ങനെ നോക്കുവാണേ. എന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിന്നെ ആരടി പഠിപ്പിച്ചത്, നിൻ്റെ അമ്മയാണോ നിൻ്റെ അമ്മൂമ്മയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അല്ല എന്നിങ്ങനെ വേദം പറയുവേ. അതിങ്ങനെ കടലപ്പരിപ്പും ഉഴുന്ന് പരിപ്പും കൂടെ വറുത്തരച്ച് വെച്ചതാന്നൊക്കെ പറയുവേ. എന്നിട്ട് നീ എങ്ങനെ പഠിച്ചെന്ന് വീണ്ടും ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കിനും വേദ ശ്രീചേട്ടത്തിനൊക്കെ പുറംതിരിഞ്ഞ് നോക്കിയിട്ട് പറയും, അത് അച്ചമ്മയുടെ ചാനലില്ലേ അമ്മിണീസ് കിച്ചൺ, അത് നോക്കി പഠിച്ചതാന്ന് പറയും. അപ്പം അത് കേട്ട വാതി കേൾക്കാതെ വാതി വെറുതെ അല്ല ഈ ടേസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്ന സാമ്പാറിൻ്റെ അതേ ടേസ്റ്റ് വന്നത് വെറുതെ അല്ലെന്നും പറഞ്ഞിട്ട് നമ്മുടെ അച്ചമ്മ അങ്ങനെ ഇരുന്ന് ചിരിക്കുക കേട്ടോ. എന്നിട്ട് നീ ബെൽ ബട്ടൺ അമർത്തിയിട്ടുണ്ടല്ലേ? ഉണ്ട് അച്ചമ്മ, എല്ലാ നോട്ടിഫിക്കേഷനും എനിക്ക് വരാറും ഉണ്ടെന്ന് ഇങ്ങനെ വേദ പറയും കേട്ടോ. ഗുഡ് വെരി ഗുഡ് എന്നും പറഞ്ഞിട്ട് വീണ്ടും ദോശ എടുത്ത് കഴിക്കും കേട്ടോ. എന്നിട്ട് വേദ പറയുന്നുണ്ട്, അന്നൊരു ദിവസം പുലാവ് ഉണ്ടാക്കിയിരുന്നു, എന്നിട്ട് അതൊട്ടും ശരിയായില്ല. അപ്പം അമ്മയാണ് പറഞ്ഞത് അച്ചമ്മയ്ക്കൊരു യൂട്യൂബ് ചാനലുണ്ട് അമ്മിണീസ് കിച്ചൺ, അപ്പോൾ അത് നോക്കി ഞാൻ എന്നും പഠിക്കുമായിരുന്നു. അച്ചമ്മയുടെ എല്ലാ പോസും ഫോട്ടോസും എല്ലാം ഞാൻ അപ്പം തന്നെ ലൈക്ക് അടിക്കാറുണ്ടെന്ന് പറയാം. അപ്പം നന്ദിനി ഇങ്ങനെ ആലോചിക്കുക കേട്ടോ. എന്നിട്ട് നന്ദിനി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണേ, മെടി ഭയങ്കരി, നീ തള്ളേനെ സോപ്പിടാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഇങ്ങനെ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയല്ലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. മോളിങ്ങി വാന്നും പറഞ്ഞുകൊണ്ട് എന്നിട്ട് അച്ചമ്മ അടുത്തോട്ട് വിളിക്കുവാണ്.
നീ ഇവിടെ ഇരിക്കുക വാന്നും പറഞ്ഞുകൊണ്ട് അടുത്ത ഡൈനിങ് ടേബിളിൻ്റെ ഇടയ്ക്ക് വന്ന് വിളിച്ചിരുത്തും കേട്ടോ. എന്ത് ചെയ്തിട്ടും സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുന്നില്ല എന്ന് മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം നമ്മുടെ വേദ പറയും, അതിനൊക്കെ കുറച്ച് പൊടി ടിപ്സുകളുണ്ട് അച്ഛമ്മേ, അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. അന്നത്തേക്കിന് അച്ഛമ്മ പറയണ ഭക്ഷണം കഴിക്കട്ടെ, അതിനുശേഷം നമ്മൾ എടുത്ത ഫോട്ടോസുകളൊക്കെ അപ്ലോഡ് ചെയ്യണം. അതുകൂടാതെ തന്നെ ഈ വീടിൻ്റെ ഒരു ഹോം ടൂറും ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കലക്കാം അല്ലേ ശ്രീചേട്ടത്തി എന്ന് പറയുവേ. അപ്പം ചിരിക്കും കേട്ടോ എല്ലാവരും. നീ ഞാൻ സാമ്പാർ ഇത്രയും കൂടി ഇങ്ങോട്ട് ഒഴിച്ച്. അതിനുശേഷം നമ്മുടെ വേദ അങ്ങോട്ടേക്ക് വരിക കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വിക്രം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുവാണ്, കാരണം പ്രസംഗിക്കണമല്ലോ. എന്നിട്ട് തല ചീപ്പിക്കൊണ്ട് നിൽക്കുന്നതിനിടയ്ക്ക് ആ ചീപ്പ് എടുത്തിട്ട് ഇങ്ങനെ മൈക്കായിട്ട് പിടിച്ചിട്ട് സംസാരിക്കുക കേട്ടോ. പ്രിയപ്പെട്ട നാട്ടുകാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ വേണ്ട, പോട്ടെ, സ്നേഹനിധികളായ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട നാട്ടുകാരെ, അച്ഛന്മാരെ, സഹോദരിമാരെ, ആങ്ങളമാരെ. അപ്പോഴത്തേക്കിനും ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടാണ് വേദ അങ്ങോട്ട് വരുമ്പോഴത്തേക്കിന് ദൈവമേ വട്ടായോ എന്നിങ്ങനെ വേദ വിചാരിക്കുന്നുണ്ട്. ഇതെന്താ പ്രസംഗിക്കാനും തുടങ്ങിയോ? എന്നിട്ട് വേദ ഇങ്ങനെ നോക്കി ഇങ്ങനെ അന്താളിച്ച് നിൽക്കുവാണേ. പിന്നെ അടുത്ത ഡയലോഗാണ്, സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട നാട്ടുകാരെ. ഇപ്പം നമ്മുടെ വേദ പറയുന്നുണ്ട്, അടിപൊളി, എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല, പ്രവർത്തിക്കാനേ അറിയുള്ളൂ എന്നിങ്ങനെ പറയേ. അപ്പം നമ്മുടെ വേദ പറയേ, അതെ, വാക്കല്ലല്ലോ തല്ലല്ലേ നമ്മുടെ മെയിൻ പരിപാടി. പീപ്പിൾ പ്രോഗ്രസീവ് പാർട്ടിയുടെ ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലയിൽ നിങ്ങളോട് ചിലതൊക്കെ വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ വേദ ഇങ്ങനെ മനസ്സിൽ പറയണേ, അതെന്താണാവോ? അപ്പം നമ്മുടെ വിക്രം പറയുകയാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് സമയത്തും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. അപ്പോൾ വേദ വീണ്ടും മനസ്സിൽ പറയേ, വല്ലാത്തൊരു വാഗ്ദാനമായിപ്പോയി. നിങ്ങളെ പറ്റിച്ച് ഒരു കോപ്പനും ഈ നാട്ടിൽ കഴിയാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അപ്പോൾ വേദ ഇങ്ങനെ മനസ്സിൽ പറയേ, നല്ല ബെസ്റ്റ് ലാംഗ്വേജ്. അതുകൊണ്ട് തന്നെ KP കുറുക്കമ്പനിക്കാരനെ വെറുതെ വിടുമെന്നും നിങ്ങൾ വിചാരിക്കേണ്ട. എന്ത് ചെയ്യുന്നും കൂടെ പറ എന്നിങ്ങനെ വേദ പറയുകയാണേ. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ പണം നമ്മളുടേത് കൂടിയാണ്. ഓഹോ എന്നിങ്ങനെ വേദ പറയുന്നുണ്ട്. അത് തട്ടിക്കൊണ്ടു പോകാൻ ആരെയും പാർട്ടി സമ്മതിക്കത്തില്ല. അപ്പോൾ വേദ ഇങ്ങനെ നിന്ന് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് വിക്രം കയ്യിലിരുന്ന് ചീപ്പൊക്കെ ഇട്ട് വലിച്ചെറിഞ്ഞിട്ട്, കോപ്പടപാട്, ഇതൊന്നും ശരിയാവുമെന്ന് തോന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കിനും നമ്മുടെ വേദ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കൊണ്ടാണ് അവസാനിക്കുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, താങ്ക്